വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കരം എന്ന സിനിമ OTT-യിൽ കണ്ടു. നോബിൾ ബാബു തോമസ് ആണ് ഈ ഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ കഥയും എഴുതിയിരിക്കുന്നത്. ഇതൊരു 2 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു ആക്ഷൻ മൂവിയാണ്. അപ്പൊ വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം പാറ്റേൺ മൂവിന്ന് മാറിയിട്ട് ഒരു ജോണർ ഷിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ആക്ഷൻ മൂവി പുള്ളി സംവിധാനം ചെയ്തത്. അപ്പൊ ഈ സിനിമയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ സിനിമ ഉള്ളൂ എങ്കിലും ആക്ഷൻ മൂവി ആണെങ്കിലും ഒരുപാട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സിനിമയിൽ. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ട് ചുരുക്കി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലോട്ടൊക്കെ ആയിരുന്നു സിനിമയുടെ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം. പിന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് നോബിളിന്റെ ആക്ടിംഗ് ആണ്. ആക്ഷൻ സീക്വൻസ് ആയാലും ആ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയാലും ആ ഒരു ഫീല്, ആ ഒരു പഞ്ച് നമുക്ക് കിട്ടിയില്ല. ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല ക്യാരക്ടറായിട്ട്. അതപ്പോൾ പുള്ളിയുടെ പെർഫോമൻസിന്റെ ആ ഒരു കുറവ് കൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പുള്ളിനെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ശരിക്കും ഒരു സുനിൽ ഷെട്ടിനെ ഒന്ന് അടിച്ച് ചെറുതാക്കി എടുത്തൊരു ഫീലാണ്. ഒരു റഫ് ലുക്ക് ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ ആ എക്സ്പ്രസീവ് ആയില്ല എന്നുള്ളതാണ്. പിന്നെ ആക്ഷൻ സീക്വൻസിലേക്ക് വരുമ്പോഴും പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആക്ഷൻ സീക്വൻസിനൊന്നും ഒരു പഞ്ചില്ല. അപ്പൊ ആക്ഷൻ സീക്വൻസ് ഒന്നും എനിക്ക് അത്ര എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഈ സിനിമയിലെ മെയിൻ പ്രശ്നം എന്ന് പറയാനായിട്ട് ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയത്. നോബിൾ തോമസ് മാക്സിമം എഫർട്ട് ഇട്ടിട്ടുണ്ട്, അതിപ്പോ സ്ക്രീൻ പ്ലേ റൈറ്റിംഗിലായാലും അഭിനയത്തിലായാലും. പക്ഷെ അതൊന്നും ഒരു സിനിമക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ വന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയിൽ മനോജ് കെ ജയൻ ഉണ്ട്, കലാഭവൻ ഷാജോൻ, ശ്വേത മേനോൻ, പിന്നെ 2 നായികമാരുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ആരും ഉണ്ടായില്ല. എല്ലാവരും കിട്ടിയ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത്യാവശ്യം കൊള്ളായിരുന്നു. ഫോറിൻ ലൊക്കേഷനാണ് ഈ സിനിമ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം കാര്യങ്ങളും വിഷ്വലും എല്ലാം ഗ്രാൻഡ് ആയിരുന്നു. അപ്പൊ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് OTT-യിൽ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു മൂവി ആയിട്ടാണ് കരം എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു അടിപൊളി പഞ്ചുള്ളൊരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ഒരു കുറവും എക്സ്പ്രസീവായ ഒരു നായകൻ ഇല്ലാത്തതിന്റെ കുറവുമാണ് ഈ സിനിമയിൽ എനിക്ക് കുറവായിട്ട് തോന്നിയത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ആമസോൺ പ്രൈമിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.